ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യം പൂർണ്ണതയുള്ളതാണ്. അവിടെ നിന്ന് ശക്തി സംഭരിക്കുകയും അവിടുത്തെ പ്രതിനിധികളായി ഭൂമിയിൽ ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയുമാണ് നമുക്കിടയിലുള്ള അഭിഷിക്തരുടെ കർത്തവ്യം. തൻ്റെ പകരക്കാരായി തൻ്റെ ജനത്തിനിടയിൽ പ്രവർത്തിക്കുവാനായി കർത്താവ് തന്നെയാണ് ഓരോ അഭിഷിക്തരെയും തെരഞ്ഞെടുക്കുന്നതും വഴി നടത്തുന്നതും. അവർക്കാവശ്യമുള്ളതെല്ലാം അറിഞ്ഞു നൽകിക്കൊണ്ട് അവിടുന്ന് അവരെ തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാൻ യോഗ്യരാക്കി തീർക്കുന്നു. ഓരോ ഹൃദയങ്ങളെയും തിരിച്ചറിയുന്ന അവിടുന്ന് ഏറ്റവും വലിയ സ്നേഹത്തോടെ അവർക്കായി വഴികളൊരുക്കി കാത്തിരിക്കുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിറവേറ്റാൻ മനസ്സാകുന്നവരിലൂടെ ഇവിടെ സ്വർഗരാജ്യം പണിതുയർത്തപ്പെടുന്നു. ആ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവിളികളിലൂടെ ക്രിസ്തു നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു. വചനപ്രഘോഷകൻ, അധ്യാപകൻ, ഇടവക വൈദികൻ, സെമിനാരി റക്ടർ തുടങ്ങി ഏറെ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമാംവിധം പ്രശോഭിച്ച ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റേത്. ഇന്ന് കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് അനന്തമായ ദൈവകൃപയുടെ സമ്പന്നതയാണ്. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ ദൈവവിളി പ്രോത്സാഹനമെന്ന ദൗത്യം പ്രത്യേകമായി ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരുന്നതായി കാണാം. പൗരോഹിത്യ സ്വീകരണശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ അത് തെളിയിക്കുന്നു. അതിശയകരമായ ഏറെ അനുഭവങ്ങളുടെയും വഴിനടത്തലുകളുടെയും തുടർക്കഥയാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ അജപാലന ജീവിതം. ഒരു പക്ഷേ പകരക്കാരനില്ലാത്ത ഒട്ടേറെ ദൗത്യങ്ങളിൽ വളരെ യാദൃശ്ചികമായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ദൈവം മുമ്പേ തന്നെ രൂപം നൽകിയിരുന്ന ഒരു പ്രവൃത്തി പഥത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതയാത്ര എക്കാലവും മുന്നേറിയിരുന്നത്. മാനുഷികമായ പല തീരുമാനങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവിടെ സംഭവിച്ചിരുന്നു. അച്ഛൻ്റെ സ്ഥാനമാറ്റങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്തിരുന്നത് ദൈവം തന്നെയാണ്. കാരണം മേലധികാരികളുടെ ആദ്യ തീരുമാനങ്ങൾ പലപ്പോഴും അവിടെ നടപ്പായിരുന്നില്ല എന്നത് തന്നെ. രൂപതയുടെ ചാൻസലർ സ്ഥാനവും ഒപ്പം മറ്റനേകം ദൗത്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ 10 വർഷത്തിന് ഒടുവിൽ വ്യത്യസ്തമായ മറ്റൊരു ഉത്തരവാദിത്തം അച്ഛന് ലഭിച്ചു. എന്നാൽ ദൈവിക തീരുമാനപ്രകാരം അതിനും മാറ്റം സംഭവിച്ചു. ഇവാഞ്ചലൈസേഷൻ 2000 എന്ന പദ്ധതിയുടെ അമരക്കാരനായി ആദ്യം ലഭിച്ച സ്ഥാനത്തു നിന്നും വാഴക്കുളം പള്ളി വികാരി സ്ഥാനത്തേക്ക് ഒരു മാറ്റമുണ്ടായത് യാദൃശ്ചികമായാണ്. ക്രമേണ അത് ദൈവഹിതമായിരുന്നു എന്ന് തെളിഞ്ഞു. 90 എനിക്ക് കിട്ടുന്ന നിയമനം ഫൊറോന വികാരിയായിട്ടില്ല. എൻ്റെ നിയമനം വന്നത് കോതമംഗലം രൂപതയിലെ ചാൻസലർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എവാഞ്ചലൈസേഷൻ 2000 എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിട്ടാണ്. ഈ പ്രസ്ഥാനത്തിന് നിയതമായ രൂപമൊന്നുമില്ല, താമസ സ്ഥലവുമില്ല. എവിടെ വേണമെങ്കിലും താമസിച്ചുകൊണ്ട് കോതമംഗലം രൂപതയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ്. ഒരു ആത്മീയ പ്രവർത്തനമാണ്. അതിന് പ്രത്യേക ഭൗതിക സാഹചര്യങ്ങളൊന്നും ആവശ്യമില്ല. എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ല എങ്കിലും ആളുകളുടെ അച്ഛന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാനത് ഏറ്റെടുത്തു. അപ്പോഴാണ് സംഭവിക്കാം, വാഴക്കുള്ള ഇടവകയിൽ അങ്ങോട്ടേക്ക് വെച്ചിരുന്ന അച്ഛൻ, വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന അച്ഛൻ
അങ്ങോട്ടേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രായപൂർത്തിയായും പെൻഷൻ പ്രായം കഴിഞ്ഞ അച്ഛനെ തന്നെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി അവസാന നിമിഷം പകരം വേറെ ആളെ വെക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു. അപ്പോൾ ഒരു ഇടവകയില്ലാത്ത എന്നെ തന്നെ അവസാനം കൊണ്ടുപോയി അങ്ങനെ എൻ്റെ നിയമനം വാഴക്കുളത്തേക്കായി. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ദൈവം പരിപാലിക്കുകയാണ്. എന്നെ കലയന്താനിലേക്ക് നിയമനം എനിക്ക് തന്നില്ല. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എനിക്ക് നിയമനം തന്നില്ല. പകരം ഞാൻ മിഷൻ ലീഗിൻ്റെ സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറായിട്ട് മാറുമായിരുന്നു. ഇവിടെ എനിക്ക് എവാഞ്ചലൈസേഷൻ 2000 തന്നില്ല ദൈവം, അതുണ്ട് എൻ്റെ കൂടെ. പക്ഷേ എന്നെ ഒരു ഫൊറോന വികാരിയായിട്ട് അങ്ങനെ 20 കൊല്ലത്തെ അനുഭവ സമ്പത്തിന് എക്സ്പീരിയൻസ് ആദ്യമായിട്ടൊരു ഒരു വികാരി സ്ഥാനം കിട്ടുക. അപ്പോൾ എൻ്റെ വൈദിക ജീവിതത്തിന് ആവശ്യം വേണ്ട കാര്യങ്ങൾക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യുക. ഒരു ഇടവക വികാരിയായിട്ട് ജോലി ചെയ്യുക, അതും ഏറ്റവും നല്ല ഒരു ഇടവക, കാത്തലിക്കായിട്ടൊരു ഇടവക. അവിടെ ചില്ലറ സംഘർഷങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് അങ്ങനെ അജപാലന രംഗത്ത് ഒരു നിർണായകമായിട്ടുള്ള കാൽവയ്പ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വാഴക്കുള ഇടവകയായിരുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് വാഴക്കുള ഇടവകയും ഞാനും ഒന്നായി തീർന്നുള്ള സത്യം. വളരെ പെട്ടെന്ന് അവരെ സ്വന്തമാക്കാൻ എനിക്ക് പറ്റി. സ്നേഹിച്ച് പരസ്പരം സ്നേഹവും ബഹുമാനത്തിൻ്റെ അന്തരീക്ഷം, വളർച്ചയുടെ ഒരവസരമായിരുന്നു. ആ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ധ്യാന പ്രസംഗങ്ങളുടെ നല്ല ഭാഗം നടത്തിയത്. അതുകൊണ്ട് ഇവിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് കുർബാനയ്ക്ക് ശേഷം ഞാൻ ബസ്സിൽ കയറി ഏതെങ്കിലും രൂപതാ കേന്ദ്രത്തിൽ ചെല്ലും. ഞാൻ പറയുന്നു, ഉച്ചവരെ നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ ക്ഷീണിതരാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വികാരി അച്ഛൻ ജോലി പൂർത്തിയാക്കിയിട്ട് വൈകിട്ട് ധ്യാനം തുടങ്ങും. അത് കേൾക്കാനുണ്ടല്ലോ, അച്ഛന് ഒരു മനസ്സിൻ്റെ സന്നദ്ധത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ റേഞ്ചുള്ള മനുഷ്യർ. അതുകൊണ്ട് എൻ്റെ പാസ്റ്റൽ എക്സ്പീരിയൻസ് എൻ്റെ ധ്യാനങ്ങൾക്ക് വളരെ സഹായകമായി മാറി. ഈ അനുഭവ സമ്പത്തുള്ള ഒരാളുടെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ അച്ഛന്മാരൊക്കെ കേൾക്കും. അങ്ങനെ 4 വർഷം, ഈ 4 വർഷമാണ് ഏറ്റവും കൂടുതൽ രൂപതാ വൈദികർക്കുള്ള ധ്യാനം ഞാൻ പ്രസംഗിച്ചത്. നനച്ചിരിക്കാത്ത വഴികളിലൂടെയുള്ള അനർഗള സഞ്ചാരം ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛന് നൽകിയ പരിചയ സമ്പത്ത് ചെറുതല്ല. പഠനകാലം മുതൽ തുടങ്ങിയ എന്തിനെന്ന് വ്യക്തമല്ലാത്ത വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്കുള്ള മാറ്റിനടിയലുകൾക്ക് ഉത്തരം ലഭിച്ചു തുടങ്ങുകയായിരുന്നു. പഠനകാലത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട പല സെമിനാരികൾ, തുടർന്ന് അജപാലന രംഗത്ത് വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ, അതിനുശേഷം ഒട്ടനവധി വ്യത്യസ്തങ്ങളായ ധ്യാന ശുശ്രൂഷകൾ, അധ്യാപനം, പഠനകാര്യങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും പ്രവർത്തന പരിചയം. വാഴക്കുളത്ത് വികാരിയായിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു അപ്പോയിൻമെന്റ് ഓർഡറിനും മറ്റു കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരെ ലഭിച്ചിരുന്നതിൽ ഏറ്റവും വലുതും അപ്രതീക്ഷിതവുമായ ഒരു ഉത്തരവാദിത്വം. അതായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. കേരള സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെമിനാരിയായ മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടർ സ്ഥാനമായിരുന്നു അത്. ഒരു സെമിനാരി പ്രൊഫസർ പോലും ആയിരുന്നില്ലാത്ത ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛനെ സെമിനാരി റെക്ടർ സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയത് പ്രത്യേക ദൈവിക പദ്ധതി പ്രകാരമായിരുന്നുവെന്ന് നിശ്ചയം. എനിക്ക് പിതാവിൻ്റെ കൊതമംഗലം ബിഷപ്പിൻ്റെ കത്ത് വന്നു. കത്തെഴുതുന്നത് ഡൽഹിയിൽ നിന്നാണ്. അവിടെ CBC മീറ്റിംഗ് നടക്കുക. മീറ്റിംഗ് നടക്കുമ്പോൾ കേരള ബിഷപ്സ് ഒരുമിച്ച് ചേർന്നിട്ട് തീരുമാനം എടുക്കുകയാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിക്ക് പുതിയ റെക്ടർ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കാലം വൈകി, ഒരു കൺസെൻസിലെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഡൽഹിയിൽ CBC സമയത്ത് കേരള ബിഷപ്സ് ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനം എടുക്കുക. എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ പേരാണ് നിശ്ചയിക്കുക. അപ്പോൾ പിതാവ് അവിടെ നിന്ന് എനിക്ക് എഴുതി, ഇങ്ങനെ ഡൽഹിയിൽ വെച്ച് ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മെയ് മാസം അവസാനം ആ ജോലി ഏറ്റെടുക്കാൻ വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്താണ് എനിക്ക് ലഭിക്കുക. ഇവിടെയും ഞാൻ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്തൊരു കാര്യം.
ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്കിനിയും അജ്ഞാതമാണ്. പക്ഷെ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. ഇവിടെ ചെയ്യേണ്ട ജോലികൾ മാത്രം ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ റെക്ടറാകുമായിരുന്നില്ല. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായതുകൊണ്ട് ഈ രൂപതകളിലെല്ലാം ഞാൻ ധ്യാനിപ്പിച്ചു. അന്ന് ബിഷപ്സ് കമ്മീഷൻ, സെമിനറി കമ്മീഷനുള്ള എല്ലാ ബിഷപ്സിൻ്റെയും രൂപതകളിൽ ഞാൻ അച്ഛന്മാർക്ക് വാർഷിക ധ്യാനം നടത്തി. ആ വാർഷിക ധ്യാനത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു. ഇതുവരെ നടത്താത്തതിന് അച്ഛന്മാർ എല്ലാവരും വളരെ അറ്റൻറ്റീവായിരുന്നു. ആരും ഉറങ്ങിയില്ല, ആരും ഉഴപ്പിയിട്ടില്ല, എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. എങ്കിൽ അച്ഛന്മാർക്ക് നന്നായിട്ട് ധ്യാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നാൽ റെക്ടറാകാനും കൊള്ളാമെന്ന് ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് മറ്റ് വിശേഷണങ്ങളും മറ്റ് പശ്ചാത്തലമൊന്നും ഇല്ലാതെ എന്നെ നേരിട്ട് റെക്ടർ സ്ഥാനത്തേക്ക് വരാൻ കാരണം ഒരു പക്ഷേ എൻ്റെ ഈ ആധ്യാത്മിക ശുശ്രൂഷ, അച്ഛന്മാരുടെ രംഗത്ത് വൈദികർക്ക് വേണ്ടിയുള്ള ഈ ആത്മീയ ശുശ്രൂഷയായിരിക്കാം. അങ്ങനെ ഒരു ലോട്ടറി കിട്ടുന്നത് പോലെയാണ് എനിക്ക്. യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഈ സെമിനാരിൻ്റെ കവാടങ്ങൾ റെക്ടറായിട്ടാണ് ഞാൻ കടന്നു വരിക. അപ്പോൾ ദൈവം നമ്മുടെ ഓരോ കാര്യത്തിനു വേണ്ടി പ്രത്യേകം ഒരുക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ 6 വർഷം ഞാൻ ജോലി ചെയ്യാം. മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് വിലയിരുത്തപ്പെട്ടേക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് പിന്നിലും ഒരു ദൈവശാസ്ത്രമുണ്ട്. ദൈവാശ്രയബോധത്തോടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുന്നവരുടെ ഓരോ ഉദ്യമങ്ങളിലും വ്യക്തമായും തിരിച്ചറിയാനാവുന്ന ചില ദൈവീക ഇടപെടലുകളുണ്ടാവും. അഥവാ ഓരോരുത്തരുടെയും മേലുള്ള ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണമായിരിക്കും അവരിൽ ഭരമേൽപ്പിക്കപ്പെടുന്ന ഓരോ ദൗത്യങ്ങളും. ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിൽ തികച്ചും അപരിചിതമായ ഒരു മേഖലയിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ ദൈവം അവസരമൊരുക്കിയപ്പോൾ അദ്ദേഹം തെല്ലും പതറിയില്ല. അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് ഓരോ കാര്യം ദൈവം എങ്ങനെ ഒരുക്കുന്നത്. ഞാൻ മൈനർ സെമിനറി കഴിഞ്ഞ് ലാറ്റിൻ സെമിനറിയിലേക്ക് പോയി, ട്രിച്ചിയിൽ. എൻ്റെ ഫിലോസഫി കഴിഞ്ഞപ്പോൾ ഞാൻ റോമിലേക്ക് പോയി. എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്ന, എല്ലാ റീത്തുകളും ഉൾപ്പെടുന്ന സ്ഥലത്ത് ഈ 3 റീത്തുള്ള ഒരു സെമിനാരിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ദൈവം എൻ്റെ മനസ്സൊരുക്കുകയായിരുന്നു. അതുകൊണ്ട് ആലുവയിൽ ചെന്നപ്പോൾ എനിക്ക് തെല്ലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 3 റീത്തുകളെയും സമഭാവനയോടെ കാണാൻ എനിക്ക് ഒരു അധ്വാനവും വേണ്ടി വന്നില്ല. വളരെ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം ഒരുപോലെ കാണുന്നൊരു മനസ്സായിരുന്നു എൻ്റേത്. അതുകൊണ്ട് റെക്ടറേറ്റിന് ഇന്ന റീത്തുകാരോട് താല്പര്യമെന്ന് നേരിയ സൂചന പോലും ഒരു കുട്ടിക്കും പറയാനുണ്ടാവില്ല. അതെൻ്റെ സത്യമാണ് അതേക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ദൈവം എന്നെ ഈ ഇതിലൂടെ എല്ലാം രൂപീകരിച്ച് ഈ സെമിനാരി ദൗത്യത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു. ഒരുപക്ഷെ സെമിനാരിയുടെ ഡിസിപ്ലിനെ കുറിച്ചോ അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചോ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഏറ്റവും അജ്ഞനായ റെക്ടറായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അതൊക്കെ ചെയ്യാൻ വലിയ സംവിധാനമായതുകൊണ്ട് അതെല്ലാം ചെയ്യാൻ വൈസ് റെക്ടേഴ്സ് ഉണ്ട്, പ്രൊക്കുറേറ്റേഴ്സ് ഉണ്ട്, ഫാദർ പ്രീഫെക്ട്സ് ഉണ്ട്, സംവിധാനം എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എൻ്റെ അറിവില്ലായ്മ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം എന്നെ ഒരിക്കലും ഇതിനെ ഉൾക്കൊള്ളാൻ വലിയ മനസ്സുള്ളതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാവരും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. അത് ആദ്യകാല വിദ്യാർത്ഥികൾ പറയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് അവർ പറയുന്നു. ഞാനൊന്നും അധ്വാനിച്ചിട്ടില്ല, പക്ഷേ അധ്വാനിക്കാത്ത എൻ്റെ ജോലി ഏറ്റവും മനോഹരമായിരുന്നു എന്നും ഫലപ്രദമായിരുന്നു എന്നൊക്കെ അവരുടെ പിന്നീടുള്ള ഫീഡ്ബാക്സ് വരെ എനിക്ക് ബോധ്യം വരിക. വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അന്നത്തെ ഈ വർഷങ്ങളെക്കുറിച്ച് അവർ അയവിറക്കൊണ്ട് ലഭിച്ച, കാരണം അധികാരഭാവമില്ലാത്ത, എല്ലാം എനിക്കറിയാമെന്ന് ചിന്തിക്കുന്ന ഒരു നേതൃത്വത്തിൻ്റെ അഭാവം അത് വലിയ ആശ്വാസമായിരുന്നു. ഓരോന്നിനെക്കുറിച്ച് കുറ്റം പറയുക. സാധാരണഗതിയിൽ ഈ മാസധ്യാനമുണ്ട്. മാസധ്യാനം കഴിയുമ്പം പതിവ് എന്താ, കുട്ടികൾ കുറ്റം പറയുക, നീ ഇതൊക്കെ ചെയ്ത് ശരിയായിട്ടില്ല, അത് തെറ്റാണ്, ഈ പൊക്കെ ശരിയാകാൻ പോകുന്നില്ല, കുറേ മുന്നറിയിപ്പുകൾ, ഭീഷണികളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അന്നത്തെ കാലത്തൊക്കെ. പക്ഷെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഈ ഭാഷയൊന്നുമില്ല. ഞാൻ അവരെ ധ്യാനത്തെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ നൽകും, പിന്നെ നേരിയ സൂചനകൾ നൽകും. അതുകൊണ്ട് കുട്ടികൾ ആ മാസധ്യാനത്തിൻ്റെ റെക്ടറുടെ ടോക്കിന് വേണ്ടി കാത്തിരിക്കും. അവർക്കതൊരു അത് രുചികരമായൊരു വിഭവമായിരുന്നു, അവർക്ക് ഒരു സദ്യയായിരുന്നു അവർക്ക്
മാസധ്യാനത്തിലെ ടോക്ക്. അപ്പോൾ വ്യത്യസ്തമായൊരു ശൈലി സ്വീകരിക്കാനൊക്കെ ദൈവം അറിയാതെ എന്നെ ഉപയോഗിച്ചു എന്ന് പറയാൻ നല്ലത്. ഇതൊന്നും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. ഒരു വ്യക്തിയുടെ അറിവും കഴിവും അയാളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ എല്ലാം അറിയാമെന്ന അഹങ്കാരം കൊണ്ട് ഒന്നും കരസ്ഥമാക്കുവാൻ സാധ്യമല്ല. അതിനൊരു മറുവശം കൂടിയുണ്ട്. അറിവുകളും കഴിവുകളും പരിമിതികളായിരിക്കെ തന്നെ തൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു മനുഷ്യന് തൻ്റെ പരിമിതികളെയെല്ലാം അതിജീവിക്കുവാൻ ദൈവം അവസരമൊരുക്കും. ഈ യാഥാർത്ഥ്യത്തെ ജീവിതം കൊണ്ട് തെളിയിച്ചയാളാണ് ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ. സെമിനാരി റെക്ടർ സ്ഥാനം ഏൽപ്പിക്കപ്പെടുമ്പോൾ തൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം പക്ഷേ മികച്ച സേവനമാണ് അവിടെ കാഴ്ചവെച്ചത്. 6 വർഷക്കാലം ആ സ്ഥാനത്ത് തുടർന്ന അദ്ദേഹം ഇന്നും അന്നത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഗുരുക്കന്മാർക്ക് മാതൃകയാണ്. എല്ലാം അറിയാമെന്നുള്ള ഭാവം എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലേണിംഗ്. നമുക്കെല്ലാം അറിയാമെന്ന് കരുതുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് എന്നാ അറിയാമെന്നേ പറയണത്. എല്ലാം അറിയാമെന്ന് നിന്നെയൊക്കെ എനിക്കറിയാം, നമുക്ക് എന്നാ അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരിത്തിരി അറിവുണ്ടെന്ന് വിചാരിച്ച് എല്ലാം അറിയാമെന്ന് കരുതുന്ന, ദൈവശാസ്ത്രം അറിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, കുഞ്ഞു വിഷയത്തിൽ നമുക്ക് ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ അജ്ഞത അറിവിനേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ വിശാലമാണ് നമ്മുടെ അജ്ഞത. അത് തിരിച്ചറിയാൻ പറ്റുക. എന്നിട്ട് വിനീതരാകാൻ കഴിഞ്ഞാൽ ഈ വലിയ ഭാവം ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് ആളുകൾ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ വിനീതരാകാൻ, നിങ്ങളുടെ ചുറ്റും സ്നേഹത്തിൻ്റെ പൂക്കളം വിരിയുന്ന ഞാൻ എവിടെയാണ് വായിച്ചു കേട്ടിട്ടുണ്ട്. ഹംബിൾ യുവർ സെൽഫ് ആൻഡ് യു വിൽ ഫൈൻഡ് ലവ് സ്പ്രെഡിങ് എ കാർപ്പറ്റ് ഓഫ് ഫ്ലവേഴ്സ് ബിനീത്ത് യുവർ ഫീറ്റ്. ഇപ്പോൾ ചെറുത് നമ്മുടെ വലിയ ഭാവങ്ങൾ കളഞ്ഞാറുണ്ടല്ലോ. ചുറ്റും സ്നേഹത്തിൻ്റെ പൂക്കളം വിരിയും. ഈശോ അതല്ലേ ചെയ്തത്. ദൈവമായിരുന്നു ദൈവത്തോടെ സമാനത വേണ്ടെന്ന് വെച്ചു. കാലിത്തൊഴുത്തി പറഞ്ഞപ്പോൾ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ലോകം ഉണ്ടാവുന്നത്. ആ രക്ഷകരെ ഓൺ ചെയ്യാൻ ലോകം മുഴുവൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവില്ലായ്മയും അനുഭവമില്ലായ്മയൊക്കെ എനിക്ക് ഗുണമായിട്ട് ഭവിച്ചു. എൻ്റെ അർഹതയില്ലായ്മ എനിക്ക് ഗുണമായിട്ട് ഭവിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ, അറിയാതെ സ്വാധീനിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. അല്ലാണ്ട് ഞാൻ ചെയ്തു എന്നും ഞാൻ നേടി എന്ന് പറയേണ്ട യാതൊരു അവകാശം എനിക്കില്ല. അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളോടെ ഒരു റെക്ടർ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ നിയോഗിക്കപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഏറെ ദൈവിക തീരുമാനങ്ങൾ അതിനു പിന്നിലുണ്ടെന്ന് വ്യക്തം. അതിൽ പ്രധാനമായ ഒന്ന് അച്ഛൻ സ്ഥാനമേറ്റെടുത്ത് 3 വർഷത്തിനു ശേഷം നടന്ന സെമിനാരി വിഭജനമാണ്. തൻ്റെ സ്വതസിദ്ധമായ സൗമ്യതയോടെയും ശാന്തതയോടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്തത് സംഘർഷ സാധ്യതകളെയെല്ലാം ദൂരീകരിക്കാൻ സഹായകമായി. മുമ്പ് മുതൽ തർക്കവും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെയെല്ലാം ഏറ്റവും സമചിത്തതയോടും സൗമ്യതയോടും കൂടി കൈകാര്യം ചെയ്യുന്നതിൽ അച്ഛനുണ്ടായിരുന്ന ദൈവകൃപ ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെട്ടു. എൻ്റെ ആദ്യത്തെ 3 വർഷം കഴിയുമ്പോഴാണ് സെമിനാരി 2ആയിട്ട് തിരിയുക. വിഭജനം സ്വാഭാവികമായിട്ട് വളരെ സംഘർഷങ്ങളുണ്ടാകാവുന്ന ഒരു സാഹചര്യമാണത്. റീത്തുകൾ തമ്മിൽ എന്നിട്ട് അതിൻ്റെ വിഭജനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാവുക. അന്നേരമൊക്കെ ഒരു റെക്ടറുടെ നിലപാട് നിർണായകമാണ്. അപ്പോൾ ആ വിഭജനത്തിന് നേരത്തെ റെക്ടർ ഒരു സഭയുടെ കൂടെ നിൽക്കുന്നു, എതിര് നിൽക്കുന്നു എന്നൊക്കെ തോന്നിയാൽ തീർച്ചയായിട്ടും അത് വഴിവിട്ട സംഘർഷങ്ങളിലേക്കൊക്കെ തിരിയാമായിരുന്നു. പക്ഷേ ഈ തരം ചിന്തകളൊന്നുമില്ലാത്ത എന്നെ ദൈവം അവിടെ നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ സംഘർഷം ഏറ്റവും കുറച്ച് ഈ വിഭജനം നടത്താൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുകയും ചെയ്ത് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിനൊക്കെ ഒരു പദ്ധതിയുണ്ട്. എൻ്റെ ട്രിച്ചി പഠനവും എൻ്റെ റോമിലെ പഠനവും എല്ലാം സാത്യന്തികമായിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യത്തിനും കൂടെ ദൈവം എന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചാൽ ആഗ്രഹിച്ചതല്ല.
പക്ഷേ ദൈവം ആ സമയത്ത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അവിടെ ദൈവം എന്നെ കൊണ്ട് നിർത്തി. ആ കാര്യവും വലിയ കുഴപ്പമില്ല നടത്താനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഓരോ ശുശ്രൂഷയ്ക്കും വേണ്ടി ദൈവം നമ്മളെ ഒരുക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന മഹാപദ്ധതിയുടെ ഭാഗമാണിതെന്ന് ഞാൻ സൂചിപ്പിക്കായിരുന്നു. തികച്ചും സമ്മിശ്രമായ ഒരു അജപാലന ദൗത്യമാണ് ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. ഒരു വൈദികന് ദൈവം നൽകാവുന്ന മിക്കവാറും എല്ലാത്തരം അവസരങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. സഞ്ചരിച്ച എല്ലാ വഴികളിലും അദ്ദേഹം മാതൃകയുമായി മാറി. 6 വർഷത്തെ സെമിനാരി ജീവിതത്തിനു ശേഷം അദ്ദേഹം വീണ്ടും ഇടവക ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. കോതമംഗലം രൂപതയിലെ പ്രധാന ഇടവകകളിലൊന്നായ മൂവാറ്റുപുഴ പൂജ്യരാജാക്കന്മാരുടെ പള്ളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ശുശ്രൂഷാ മേഖല. അനേക വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും തുടങ്ങി ഏറെ ഉത്തരവാദിത്തങ്ങൾ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നിരുന്നു. ദൈവം ഓരോന്ന് അതാത് സമയത്ത് എനിക്ക് തരുന്നുണ്ടെന്നുള്ള സത്യം. ഇടവകയിലെ സെമിനാരി ജീവിതം കഴിഞ്ഞു. അടുത്ത ഏറ്റവും വലിയ ടൗണിലേക്കാണ് എന്നെ, മൂവാറ്റുപുഴ ടൗൺ. അവിടുത്തെ ഹോളി മാഗി പൂജ്യരാജാക്കന്മാരുടെ പള്ളിയിലെ വികാരിയായിട്ടാണ് ഞാൻ പോവുക. അവിടെ എല്ലാം ഉണ്ട്. പള്ളിയുണ്ട്, തൊട്ടടുത്തൊരു LP സ്കൂളുണ്ട്, തൊട്ട് ചേർന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളുണ്ട്, പിന്നെ കോൺവെൻറ്റുകളൊരു നിര. അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തന സാധ്യതകളുള്ള ഒരു ടൗൺ ഇടവകയിലേക്ക് ദൈവം എന്നെ പറഞ്ഞയക്കാം. അതുകൊണ്ട് അതുവരെ ലഭിച്ച ആധ്യാത്മിക അറിവും പാസ്റ്റലായുള്ള എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ വേര് ദൈവം ഒരുക്കി തന്നു. പിന്നെ നമ്മുടെ ഇടപെടലിൻ്റെ സവിശേഷതകളും, അതായത് ടൗൺ ഇടവക എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിന് വ്യത്യസ്ത, അവർ ജോലിക്കാർ, അതുകൊണ്ട് അവരോട് മാന്യമായിട്ടും സൗഹൃദത്തോടെയും ആദരവോടെ പെരുമാറുമ്പോൾ അതിന് അതേ അളവിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇതെല്ലാം കുറയുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകും. പ്രത്യേക ടൗൺ ഇടവകയിൽ ഒരച്ഛൻ ഇച്ചിരി റഫായിട്ട് പെരുമാറുന്നു, അത് വല്ലാത്ത അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. പലപ്പോഴും നമ്മുടെ ആ വികാരങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അഭ്യസ്ത വിദ്യൻ്റെ ഹൃദയത്തിന് ഇവിടെ മുറിവേൽക്കുന്നത്, ക്ഷതമേൽക്കുന്നതൊന്നും തിരിച്ചറിയാൻ പറ്റാതെയുള്ള പെരുമാറ്റ രീതികളൊക്കെ പലപ്പോഴും ഉണ്ടാകും എന്നുള്ള ബുദ്ധിമുട്ട്. ഏതായാലും ദൈവം എന്നെ സഹായിച്ച് ഇതുപോലെ ഇടപെടാൻ പഠിച്ചതുകൊണ്ട് അതൊരു ഭയങ്കര ഫാമിലി അറ്റ്മോസ്ഫിയറായിരുന്നു. ഒരു സൗഹൃദത്തിൻ്റെ ഒരു കുടുംബം. കാരണം ആർക്കും സംഘർഷമില്ല. എൻ്റെ അടുത്ത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം, ഇന്ന സമയമെന്നില്ല. ഒരു പ്രശ്നം ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്ത് തീർത്തിരിക്കും. പിന്നെ പറ്റുന്ന ഉപകാരം ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഇന്ന് ചെയ്യാവുന്ന കാര്യമാണ് ചെയ്തു കൊടുക്കാൻ പറ്റുക. പിന്നെ ആളുകളെ ആദരിക്കുക, വലിയവരെയും ചെറിയവരെയും ഒക്കെ. അല്ലാണ്ട് ഈ വലിയ മനുഷ്യരെ പ്രീണിപ്പെടുത്തുക, ചെറിയ മനുഷ്യരെ അവഗണിക്കുക, ഇതൊക്കെ ആളുകൾക്ക് ക്ഷതമേൽപ്പിക്കുന്ന. ചെറിയ മനുഷ്യർ ഇടപെടുന്നതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയൊക്കെ ലോകം തിരിച്ചറിയുന്നവരോടാണ്. അപ്പോൾ ഒത്തിരി പേര് സഹായത്തിന് വരുമായിരുന്നു അവിടെ. വലിയ മനുഷ്യർ സഹായം തരാൻ വരും, അച്ഛാ ഇരിക്കട്ടെ കുറച്ച് രൂപ. പാവപ്പെട്ട മനുഷ്യർ സഹായം ചോദിച്ചുകൊണ്ട് വരും. ഈ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അറിയാതെ ദൈവം പലരിലൂടെ നമുക്ക് ഇഷ്ടം പോലെ രൂപ എനിക്കുണ്ടായിരുന്നു, ഇഷ്ടം പോലെ സഹായം എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു, ഇഷ്ടംപോലെ ആളുകൾ വരുമായിരുന്നു. വേറെ ആർക്കാ ഈ ഭാഗ്യം കിട്ടുന്നത്? കയ്യിൽ 10 പൈസ ഇല്ലാതെ ആളുകൾ സഹായം ചോദിച്ചുകൊണ്ട് വരിക, സഹായം എത്തിക്കുക എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ചാനലായിട്ട് ദൈവത്തിൻ്റെ നന്മയ്ക്ക് സ്നേഹത്തിനൊരു ചാനലായി തീരേണ്ട കാര്യമേ നമുക്കുള്ളൂ. നല്ലൊരു ഇടവക വൈദികനായി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നത് തന്നെയായിരുന്നു തുടർന്നും അദ്ദേഹത്തിൻ്റെ ദൗത്യം. മൂവാറ്റുപുഴയ്ക്ക് ശേഷം ആരക്കുഴയിലും തുടർന്ന് മുതലക്കുളത്തുമെത്തിയപ്പോൾ അവിടെ ഒരു കൗതുകം കൂടിയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ഇടവക ശുശ്രൂഷയുടെ ആരംഭവും അവസാനവുമായിരുന്നു മുതലക്കുളം സെയിൻറ് ജോർജ് തീർത്ഥാടന കേന്ദ്രം.
റോമിലെ പഠനത്തിനും പൗരോഹിത്യ സ്വീകരണത്തിനും ശേഷം ആദ്യമായി സേവനം ചെയ്ത മുതലക്കുളം പള്ളിയിൽ അദ്ദേഹം അനേക വർഷങ്ങൾക്കു ശേഷം തിരികെയെത്തി. ഏറെ ഉത്തരവാദിത്തങ്ങളാണ് അവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത്. മുതലക്കുളം രൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. 69 കൊച്ചച്ഛനായിട്ട് അവിടെ ഞാൻ കയറി ചെന്നു. 2007 വികാരിയായിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ചെല്ലുക. മുതലക്കുളത്തിന് ഒരു പൂർണ്ണതയുണ്ട്. അവിടെ ധാരാളം ആളുകളുണ്ട്. മുത്തപ്പനോടുള്ള വലിയ ഭക്തി. അത് തീർത്ഥാടന കേന്ദ്രം നിലയിൽ എന്നും ആളുകളുണ്ടായി നിശബ്ദമായിട്ട് അവിടെ പ്രാർത്ഥിക്കും. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വർഷം മുഴുവനും സജീവമാണ് ആ ഇടവക. അവിടെയും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു. വളരെ പ്രത്യേകമായിട്ട് ഇടവകയുടെ 700-ാം വാർഷികം, വലിയ മഹാജൂബിലി ആഘോഷിക്കാൻ അവസരമുണ്ടായി. അത് വളരെ ഐഡിയലായിട്ടൊരു ആഘോഷം. ഒരു വർഷം നീണ്ടുന്ന പ്രാർത്ഥനയുടെ ഉണ്ടായിരുന്നു, ഒരു വർഷം നിന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം ഞാൻ മുൻതൂക്കം കൊടുത്തത് ഏറ്റവും പാവപ്പെട്ടവരുടെ വീടുകൾ നവീകരിക്കാമെന്നായിരുന്നു. അപ്പോൾ അത് അടുക്കളയില്ലാത്തവർക്ക്, തറ സിമെൻ്റ് ഇടാത്തവർ, പിന്നെ ലാട്രിൻ സൗകര്യങ്ങളില്ലാത്ത വീടുകൾ, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു വീടുണ്ട്. പുതിയ വീടുണ്ടാക്കി കൊടുത്താൽ മനുഷ്യൻ വിറ്റ് കളയും. ഉള്ള വീട് നവീകരിക്കാനാണെങ്കിലോ അവനെ ഉപയോഗിക്കും. അങ്ങനെ ഒരു 200-ൽ താഴെ വീടുകൾ, ഒരു 30 ലക്ഷം രൂപ അതിനു വേണ്ടി തന്നെ നമ്മൾ ജൂബിലി വർഷം ചിലവഴിക്കേണ്ടായി. എത്ര രൂപ കൊടുത്താലും ആ രൂപ അനുസരിച്ച് ഇങ്ങോട്ട് വരും. വീട്ടിൽ നിന്ന് ആരും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രൂപ അതേ വഴി തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് വരുമാനത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ലേ, സഹായിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട്. അതുകൊണ്ട് എത്ര സഹായിച്ചാലും ദൈവത്തിൻ്റെ സമൃദ്ധിക്ക് ഒരു പഞ്ഞുണ്ടാകാൻ പോണില്ല. അങ്ങനെ ആ നിലയിൽ ഇടവകയെ നവീകരിക്കാനും ഒട്ടും സംഘർഷങ്ങളില്ലാതെ തന്നെ 6 വർഷം അവിടെ ചിലവഴിക്കാനും കഴിഞ്ഞു. പെരുന്നാൾ ആഘോഷമൊക്കെ പ്രൗഢമാണല്ലോ, അന്നേരമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും ഉണ്ടാകാതെ ദൈവം 6 വർഷം അവിടെ വഴി നടത്തി. ദൈവം തന്നോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ ശുശ്രൂഷകരെ വഴി നടത്തുന്ന രീതികൾ അത്ഭുതകരമാണ്. പ്രത്യേകമായി കൈപിടിച്ച് നടത്തി അവരിലൂടെ അവിടുന്ന് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. വിസ്മയനീയമായ ഈ ദൈവീക ഇടപെടലുകൾ നാം ഓരോരുത്തരുടെയും ആത്മാവുകളിലേക്കും നീളുന്നു. ദൈവമക്കളുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ ശുശ്രൂഷകന്റെ ജീവിതയാത്ര തുടരുന്നു. നമ്മുടെ ജീവിത വീഥികളിലും ദൈവിക സ്പർശം ഉണ്ടാകുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. കാരണം ഞാനിതൊക്കെ വയസ്സൊക്കെ ഇനി ഒന്നും ഉണ്ടാവില്ല, ഇനി നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിൻവാങ്ങാമെന്നുള്ള സാധാരണ ജോലിയോട് തുടരാമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിതാവ് ഇങ്ങനെയൊരു ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. വികാരി എന്താണ്ട് ജോലി. ഞാൻ ഒരു പ്രസംഗം പറയണം, എനിക്ക് വിഷയം അറിയാൻ പാടില്ല. ഞാൻ ഉടനെ ദിവികാരൻ്റെ സന്നിധി പോയി, കർത്താവേ ഇങ്ങനെ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രിക്റ്റ് ഫോർമുല അനുസരിച്ച് പ്രാർത്ഥനയൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യം കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവിന് ഉപദേശം തേടുന്നു, ഞാൻ വിശ്വസിച്ചുകൊണ്ട് രംഗത്ത് പോകുന്നു. എനിക്ക് ഏക ഒരു ഉറപ്പ്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പൊന്നും എനിക്കില്ല. മറ്റൊരു ഉറപ്പ് എനിക്കുള്ളത്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, മാതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് എൻ്റെ ആത്മീയതയുടെ സ്വാതന്ത്ര്യം. എൻ്റെ ഭൗതിക പ്രവർത്തനങ്ങളുടെയും ശുശ്രൂഷകളുടെയും സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ഈ അഷുറൻസ് ഓഫ് ബീങ് ലവ്ഡ് ബൈ ജീസസ് ആൻഡ് ബൈ മദർ.